ונקבוסו נסוס נשמה לספרסוד מלאכיו סודה לוגו באבנגליון קדישו דמורן ישמשיגו במזכרי עלה שלמה לכולכם נשמע מוריו אלוהו אמרו Evangelion kadishod moranishum shiho sbarso machionisod men lukosum sabrono dam sabar hae furkon al olmo bride so adirnise teshkohol sholuhe jalid purona al kulan al olmi sabno hokil dam dabronu sed moran valohanu furkodilani shum shiho Melsod hae aloho des basar men sulto kadishto Mariam holenden hokanu hua muhaimiyan mauliya Elisabeth ഗർഭിണിയായതിന്റെ 6-ാം മാസത്തിൽ ഗലീലായിലെ നസ്രേത്ത് പട്ടണത്തിൽ ദാവീദ് വംശത്തിലുള്ള യൗസേപ്പ് എന്നു പേരുള്ള ഒരുവന് വിവാഹം നിശ്ചയിക്കപ്പെട്ടിരുന്ന കന്യകയുടെ അടുക്കിലേക്ക് ദൈവം ഗബ്രിയേൽ മാലാഖയെ അയച്ചു. ആ കന്യകയുടെ പേര് മറിയാം എന്നായിരുന്നു. മാലാഖ അവളുടെ അടുക്കൽ ചെന്നവളോട്, കൃപ നിറഞ്ഞവളെ, നിനക്ക് സമാധാനം, സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളെ, കർത്താവ് നിന്നോടുകൂടെ എന്ന് പറഞ്ഞു. അവൾ അവനെ കണ്ടിട്ട് ആ വചനം മൂലം പരിഭ്രമിക്കുകയും ഈ അഭിവാദനം എന്താകുന്നു എന്ന് വിചാരിക്കുകയും ചെയ്തു. മാലാഖ അവളോട് പറഞ്ഞു, മറിയാമേ, ഭയപ്പെടേണ്ട, എന്തെന്നാൽ ദൈവസന്നിധിയിൽ നിനക്ക് കൃപ ലഭിച്ചിരിക്കുന്നു. ഇതാ, നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേര് വിളിക്കണം. അവൻ മഹാനാകും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടുകയും ചെയ്യും. അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. യാക്കോബിന്റെ ജനത്തിന്മേൽ അവൻ എന്നേക്കും രാജാവായിരിക്കും. അവന്റെ രാജ്യത്വത്തിന് അവസാനമുണ്ടാവുകയില്ല. മറിയാം മാലാഖയോട്, ഞാൻ പുരുഷനെ അറിഞ്ഞിട്ടില്ലാതിരിക്കെ ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിച്ചു. മാലാഖ ഉത്തരമായിട്ട് അവളോട് പറഞ്ഞു, പരിശുദ്ധാത്മാവ് വരികയും അത്യുന്നതന്റെ ശക്തി നിന്നിൽ ആവസിക്കുകയും ചെയ്യും. അതുകൊണ്ട് നിന്നിൽ നിന്ന് ജനിക്കുന്നവൻ പരിശുദ്ധനാകുന്നു. അവൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടുകയും ചെയ്യും. ഇതാ, നിന്റെ ചാർച്ചക്കാരിയായ എലിസബത്തും വാർദ്ധക്യത്തിൽ ഗർഭം ധരിച്ചിരിക്കുന്നു. വന്ധ്യ എന്ന് അറിയപ്പെട്ടിരുന്നവൾക്ക് ഇത് 6-ാം മാസമാണ്. എന്തെന്നാൽ ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. അപ്പോൾ മറിയാം, ഇതാ, ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വചനപ്രകാരം എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. അതിനുശേഷം മാലാഖ അവളുടെ അടുക്കൽ നിന്ന് പോവുകയും ചെയ്തു. ഉശൈനോ ലക്കുൽഖോ